നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭരതൻ പിന്നീട് അങ്കിരസ്യന്റെ ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ട്. പണ്ട് താൻ ഭരതനായിരുന്നു, പിന്നെ മാനിനെ സ്നേഹിക്കുക കാരണം മാനായി ജനിക്കേണ്ടി വന്നു എന്ന്. ഈ ജന്മത്തിൽ ആരോടെങ്കിലുമൊക്കെ സ്നേഹമോ മമതയോ ഒക്കെ തോന്നിയാൽ ഇനിയും ജനിക്കേണ്ടതായിട്ട് വരും. ഇങ്ങോട്ട് ആരെങ്കിലും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നാലും അദ്ദേഹം യാതൊരു പ്രതികരണവും കാണിക്കേണ്ടായില്ല. 2-3 മാസം കഴിയുമ്പോഴേക്കും ആളുകൾക്ക് ധൃതിയവും. ചിരിക്കുണ്ടോ നോക്കും, അതുപോലെ നിറം കാണിച്ചു കൊടുക്കും, ശബ്ദം കേൾപ്പിച്ചു കൊടുക്കും. അദ്ദേഹം കേട്ടാലും കേട്ടു നടിക്കില്ല, കണ്ടാലും കണ്ടു നടിക്കില്ല. ഇങ്ങനെയാണ് വളർന്നു വന്നത്. അങ്ങനെ 3-4 മാസം കഴിഞ്ഞു. കമിഴ്ന്ന് തുടങ്ങി, നീന്തി തുടങ്ങി, മുട്ടുകുത്തി സഞ്ചരിച്ചിടങ്ങി, ഓടി നടന്നിടങ്ങി. 2 വയസ്സ് കഴിഞ്ഞു, 3 വയസ്സ് കഴിഞ്ഞു, 4 വയസ്സ് കഴിഞ്ഞു. വിളിച്ചാൽ വിളി കേൾക്കില്ല, ഒന്നും സംസാരിക്കുകയില്ല. ആളുകൾ അദ്ദേഹത്തിനെ പറ്റി പറയാൻ തുടങ്ങി പൊട്ടൻ എന്ന്. ആരാ അദ്ദേഹത്തിനെ ഇങ്ങനെ പൊട്ടൻ എന്ന് പറഞ്ഞതെന്നോ? ദ്വിപദപശുഭി എന്നാണ് ഇവിടെ പറയണത്. 2 കാലുമൽ നടക്കുന്ന പൊട്ടന്മാരെല്ലാവരും കൂടി ഇദ്ദേഹത്തിനെ പൊട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റായില്ല. ഈശ്വരമഹിമ പറഞ്ഞു തരൂ എന്ന് ആരെങ്കിലും അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. അങ്ങനെ ആരും പറയണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം സംസാരിച്ചില്ല. ആരും ഈശ്വരനെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. വിഷയങ്ങളെക്കുറിച്ച് മാത്രമേ അദ്ദേഹം ആളുകൾ പറഞ്ഞിരുന്നുള്ളൂ. അത് കാരണം അദ്ദേഹം അതൊന്നുകൊണ്ട് ശ്രദ്ധിച്ചതുമില്ല. ഇങ്ങനെ അദ്ദേഹം അവിടെ ജീവിച്ചു പോന്നു. 8-10 വയസ്സായി. ബ്രാഹ്മണകുലത്തിലല്ലേ ജനിച്ചത്. ഉപനയനം എന്ന കർമ്മം നടത്തണം. അച്ഛൻ അതിനു വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഗായത്രി മന്ത്രം ഉപദേശിക്കുക എന്നത്. തൽ സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. ഇതാണ് ഗായത്രി മന്ത്രം. ഇതിൽ ഉച്ചരിക്കാൻ പ്രയാസമുള്ള ഒരക്ഷരം പോലും ഇല്ല. അനവധി പ്രാവശ്യം അച്ഛൻ ചെവിയിൽ ഉപദേശിച്ചു നോക്കി. എന്നിട്ടും അദ്ദേഹം ഈ ഗായത്രി മന്ത്രം ജപിക്കേണ്ടായില്ല. എന്താ മന്ത്രത്തിൻ്റെ അർത്ഥം? എനിക്ക് നല്ലത് ചെയ്യാൻ തോന്നണേ, എൻ്റെ ബുദ്ധി നേരെയാവണേ, അതിനുവേണ്ടി ഞാൻ അങ്ങയെ ധ്യാനിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ബുദ്ധി നേരെയാവൽ കഴിഞ്ഞു. നല്ലതേ അദ്ദേഹം ചെയ്യാറുള്ളൂ. അദ്ദേഹം ഇനി ഗായത്രി മന്ത്രം ജപിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല. തൻ്റെ മകൻ ഇങ്ങനൊരു ജ്ഞാനിയാണ് എന്ന സത്യം അച്ഛൻ മനസ്സിലാക്കിയില്ല. ഗായത്രി മന്ത്രം ജപിക്കാൻ പോലും പറ്റാത്ത ഒരു പൊട്ടനായില്ലോ തൻ്റെ മകൻ എന്ന് വിചാരിച്ച് ആധി പിടിച്ച് അച്ഛൻ മരിച്ചുപോയി. ഏറെ താമസിയാതെ കണ്ട് അമ്മയും മരിച്ചു. പിന്നെ അദ്ദേഹത്തിന് കുറച്ച് സഹോദരന്മാരുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നേർക്ക് ലെവലേശം സ്നേഹം ഉണ്ടായിരുന്നില്ല. പൊട്ടനെ എവിടേക്കെങ്കിലും പൊക്കോട്ടെ എന്നായിരുന്നു അവരുടെ മനോഭാവം. അദ്ദേഹം അവിടെ ഇങ്ങനെ ജീവിച്ചു പോന്നു. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ആഹാരം കഴിക്കും, ഒന്നും കൊടുത്തില്ല എന്ന് വെച്ചാൽ ഒന്നും കഴിക്കില്ല. ഇനി ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് വെച്ചാൽ അതിനൊട്ടും അദ്ദേഹം മടി കാണിച്ചേർന്നില്ല. ചുമട് ചുമക്കാനുണ്ടെങ്കിൽ എല്ലാം കൂടി കെട്ടിമുറുക്കി അദ്ദേഹത്തിൻ്റെ തലയിൽ അങ്ങോട്ട് വെച്ച് കൊടുത്ത് പറഞ്ഞാൽ മതി, ഇന്ന സ്ഥലത്ത് കൊണ്ടിറക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് കൊണ്ടിറക്കും. അങ്ങോട്ട് ചുമട് ചുമന്ന അദ്ദേഹം ഇങ്ങോട്ടും ചുമട് ചുമക്കും. എന്ത് സഹായം ചെയ്യണം മറ്റുള്ളവർക്ക്, ഏത് സഹായവും ചെയ്യാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. ചുമട് ചുമക്കാം, വണ്ടി വലിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ മറ്റുള്ളവരുടെ പണി അദ്ദേഹം എടുക്കാൻ തുടങ്ങിയപ്പോൾ സഹോദരന്മാർക്ക് ഇതൊരു പോരായ്മയായി. നമ്മുടെ കുടുംബത്തിലൊരാളിങ്ങനെ ഈ കണ്ടവരുടെ പണിയെടുക്കുകയെ, എന്നാൽ നമ്മുടെ പണി തന്നെ എടുത്തോട്ടെ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു. അവർക്ക് കുറച്ച് കൃഷിസ്ഥലങ്ങളുണ്ട്. അവിടെ കൃഷിയുടെ നോട്ടക്കാരനായിട്ട് ഇദ്ദേഹത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. വയലിൻ്റെ നടുക്ക് അദ്ദേഹത്തിനെ കൊണ്ടങ്ങിരുത്തി. മൃഗങ്ങൾ വിളവൊന്നും ആക്രമിക്കാതെ കൊണ്ട് നോക്കണം എന്ന് അവരെ ഏൽപ്പിച്ചു. നോക്കണം എന്ന് ഏൽപ്പിച്ചിട്ടുള്ളൂ. അദ്ദേഹം നോക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു, രാത്രിയും പകലും. മൃഗങ്ങളെയും പക്ഷികളെയും ഇതൊക്കെ ഓടിക്കാൻ പറ്റുമോ? എല്ലാവരിലും ഇല്ലേ ഈശ്വരാംശം. അപ്പം പിന്നെ എങ്ങനെയാ ഓടിക്കുക? അദ്ദേഹം എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. എന്നാ ഈ സഹോദരന്മാർ അവർ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞാലോ ഇനി എന്തെങ്കിലും പൊട്ടന് തിന്നാൻ കൊടുക്കണ്ടേ എന്നും പറഞ്ഞ് അവരെന്തെങ്കിലും തിന്നാൻ കൊണ്ടു കൊടുക്കും. കണപിണ്യാക ഫലീകരണ ഇതൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുക്കുക. പൂത്ത പിണ്ണാക്ക്, ചീഞ്ഞ കുമ്പളഞ്ഞ,
ചോറുണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ അടിയിൽ പിടിച്ചത് കല്ലോടുകൂടിയത് അതൊക്കെ ചട്ടുകം കൊണ്ട് ചുരണ്ടിയെടുത്ത് ഈ പിണ്ണാക്കും ഈ ചീഞ്ഞ കുമ്പളഞ്ഞയും ഒക്കെ കൂട്ടി ഉരുട്ടി തിന്നോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്താൽ അത് അദ്ദേഹം ഇങ്ങോട്ട് വാങ്ങും. അമൃതവൽ അഭ്യവഹരതി, അമൃത് പോലെയാണ് അദ്ദേഹം അത് കഴിക്കുക. അദ്ദേഹം ആഹാരം കഴിച്ചേർന്നത് നാവിന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരുന്നില്ല. പിന്നെ ഈശ്വരനെ ഭരിക്കണം എന്ന് വെച്ചാൽ ഈ ശരീരം നിലനിൽക്കണം, അതിനു വേണ്ടുവോളം മാത്രം അദ്ദേഹം ആഹാരം കഴിച്ചു. ഇങ്ങനെ രാത്രിയും പകലും അദ്ദേഹം വയലിന്റെ നടുക്ക് ഇങ്ങനെ ഇരുന്നു. ഇതിനടുത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു. അക്കാലത്ത് ആ ക്ഷേത്രത്തിൽ നരബലിയും നടന്നിരുന്നു. ആ നാട്ടിലെ ഏതോ ഒരു ധനികന് സന്തതി ഉണ്ടായില്ല. അപ്പോൾ സന്തതി ഉണ്ടാവാൻ എന്താ വേണ്ടേ എന്ന് ഇയാൾ പലരോടും ചോദിച്ചു. അപ്പൊ ആരോ പറഞ്ഞു ഈ ഭദ്രകാളിക്ക് നരബലി നടത്തിയാൽ മതി എന്ന്. അപ്പൊ നരബലി നടത്താൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ അതിന് പറ്റിയ ഒരു പുരോഹിതനെ കണ്ടുപിടിച്ചു. ആ പുരോഹിതനോട് ചോദിച്ചു നരബലിയുടെ കാര്യങ്ങൾ, അതിന് എന്തൊക്കെ സാധനങ്ങൾ സംഭരിക്കണം എന്ന് ചോദിച്ചപ്പോൾ അയാള് ഒരു ലിസ്റ്റ് അങ്ങോട്ട് എഴുതി കൊടുത്തു. അതിത്ര ഇതിത്ര എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഒരു മനുഷ്യനും ലിസ്റ്റിൽപ്പെട്ടതാണ്. സാധനങ്ങളെല്ലാം പുരോഹിതനെ ഏൽപ്പിച്ചു. എവിടുന്നോ സൂത്രത്തിൽ ഒരു മനുഷ്യനെയും പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. അയാളെ അകത്തിട്ടടച്ചു, ചാടിപ്പോവാതെ കണ്ട്. പുരോഹിതൻ ഇവിടെ വന്ന് ദേവിക്ക് പൂജയും ഒക്കെ തുടങ്ങി. ആ നരബലി നടത്തേണ്ട ദിവസം സന്ധ്യയായപ്പോഴേ നോക്കിയപ്പോ എങ്ങനെയാണെന്നറിഞ്ഞുകൂടാ, ഈ അകത്തിട്ടടച്ചേർന്ന ആ മനുഷ്യൻ സൂത്രത്തിൽ ചാടിപ്പോയി. അമ്മയുടെ കാരുണ്യം രണ്ടുപേരൊന്നും പറയാനില്ല. പുരോഹിതൻ പറഞ്ഞു എവിടുന്നെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ടുവന്നില്ലെങ്കിൽ ദേവി കോപിക്കും എന്ന്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിത്തിറങ്ങി. എവിടുന്നെങ്കിലും ഒരാളെ കൊണ്ടുവരണ്ടേ. രാത്രി സമയം, നിശീത സമയേ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തില് അവർ കണ്ടു ഒരാള് വയലിന്റെ നടുക്ക് ഇങ്ങനെ ഇരിക്കണു. ഈ ഭരതയോഗീശ്വരനെ അവർ പിടിച്ചങ്ങോട്ട് പൊക്കി. അദ്ദേഹം എണീറ്റ് നിന്നു. ചാടിപ്പോവരുതെന്ന് വിചാരിച്ച് അവര് അരയില് ചങ്ങല അങ്ങോട്ട് ചുറ്റി. ചങ്ങലയുടെ രണ്ടറ്റം രണ്ട് ഭാഗത്ത് അറ്റത്തും രണ്ടാള് നിന്നുകൊണ്ട് പിടിച്ച് അദ്ദേഹത്തെ കൊണ്ടുപോയി. അവര് ചോദിച്ചു എന്താ പേര്, എന്തിനാ അവിടെ ഇരിക്കണേന്നൊക്കെ. ഇന്ന് വരെ ആരോടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ഈ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ആളുകളോടും അദ്ദേഹം ഒന്നും മിണ്ടേണ്ടായില്ല. അവർ കൊണ്ടുപോയി എന്നിട്ട് ഭംഗിയായിട്ട് എണ്ണയൊക്കെ തേപ്പിച്ച് അസലായിട്ട് അങ്ങോട്ട് കുളിപ്പിച്ചു. പോരാ, അദ്ദേഹത്തിന് ആഹാരവും വിളമ്പിക്കൊടുത്തു. നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ആഹാരമാണ്. എന്നുവെച്ചാൽ ഇതിപ്പോ കൊലച്ചോറാണല്ലോ, തിന്നട്ടെ എന്ന മട്ടിലാണ് ഇവർ ഈ വിളമ്പിക്കൊടുത്തതൊക്കെ. അദ്ദേഹം അസലായിട്ട് ആഹാരവും കഴിച്ചു. അപ്പോഴേക്കും അർദ്ധരാത്രി സമയം അവാറായി. അദ്ദേഹത്തിന് നന്നായിട്ട് അങ്ങോട്ട് വേഷം കെട്ടിച്ചു. അരയിൽ നല്ല ഒന്നാന്തരം ഒരു ചുവന്ന പട്ട അങ്ങോട്ട് ഉടുപ്പിച്ചു. മേലാസകലം രക്തചന്ദനം നല്ലോണം അങ്ങോട്ട് പൂശി. അതിനു മീതെ ചുവന്ന കുങ്കുമം നല്ലോണം കനത്തിലങ്ങോട്ട് പൂശി. മുഖത്ത് നല്ലപോലെ കുങ്കുമം പൂശി. തലയിൽ ചുവന്ന ഒരു പട്ട് അങ്ങോട്ട് കെട്ടി. കഴുത്തിൽ ധാരാളം ചെമ്പരത്തി പൂമാലയും അങ്ങോട്ട് ചാർത്തി. മുമ്പിൽ ചില ആളുകൾ പന്തം കത്തിച്ചു പിടിച്ചു. ചിലര് ചെണ്ട കൊട്ടി, ചിലര് മദ്ദളം കൊട്ടി. മൃദംഗ പണവഘോഷേണ ച പുരുഷപശും ഭദ്രകാള്യാഹ പുരതഃ ഉപവേശയാമാസുഹു. ഈ അങ്ങനെ ഗംഭീരമായിട്ട് എഴുന്നള്ളിപ്പോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിനെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ചിലര് ഈ കത്തണ പന്തത്തുമ്മലേക്ക് തെള്ളി എന്ന സാധനം ഇങ്ങനെ എറിയും. അപ്പൊ അത് നല്ലോണം ആളിങ്ങനെ കത്തും. ആളി കത്തുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ആ ചുവന്ന പട്ടിന്റെയും ചുവന്ന കുങ്കുമത്തിന്റെയും ചെമ്പരത്തി പൂമാലയുടെയും ആ ചുവന്ന പ്രഭ എങ്ങനെ വരുമ്പോ ആളുകൾക്ക് എന്തൊരു ലഹരിയായിരുന്നോ. അമ്മേ ദേവി എന്ന് ആളുകൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയും. മാർപ്പിടും, കുരവേടും, കൊട്ട ഘോഷം, കുരവ ഇങ്ങനെയാ അദ്ദേഹത്തിനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് ക്ഷേത്രത്തിലേക്ക്. ഈ അമ്മേ ദേവി എന്നൊക്കെ ആളുകൾ വിളിച്ചു പറയുന്നു വെച്ചാലും ഇതൊക്കെ ഭക്തിയോട് കൂടിയിട്ടാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ലേശം ഭക്തി ഉണ്ടാവാം, പക്ഷെ കുടിച്ച് ഒരൊറ്റ ആൾക്ക് വെളിവില്ല. ആ ശ്രീകോവിലിന് ഒരു 3 പ്രദക്ഷിണം വെപ്പിച്ചു. എന്നിട്ടൊരു കല്ലുമ്മൽ കൊണ്ടങ്ങിരുത്തി. ഇപ്പോ ശ്രീകോവില് അടച്ചിരിക്കുകയാണ്. പുരോഹിതൻ അകത്തിരുന്നു കൊണ്ട് പൂജ ചെയ്യുകയാണ്. ഇവിടെ കൊട്ടിങ്ങനെ മുറുകി ഇങ്ങനെ വരുന്നുണ്ട്. അതിന്റെ ആ മൂർധന്യ ദശ അങ്ങോട്ട് ആവുമ്പോ എല്ലാവരും കർപ്പൂരം കൊളുത്തും. പുരോഹിതൻ നടയങ്ങോട്ട് തുറക്കും. വാളെടുത്ത് പുറത്തേക്ക് ഇങ്ങോട്ട് വരും. ഇദ്ദേഹത്തിന്റെ കഴുത്തങ്ങോട്ട് വെട്ടും. ആ മുഹൂർത്തം ഇങ്ങനെ എല്ലാവരും നിർനിമേഷരായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണു. ആളുകൾ ഇവിടെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കണു. അമ്മേ ദേവി എന്ന് പറഞ്ഞാൽ കൊട്ടിങ്ങനെ മുറുകി വന്നു. അതോടുകൂടി ഇതേ കർപ്പൂരം കൊളുത്തി പെട്ടെന്ന് നട തുറന്നു. പുരോഹിതൻ വാളെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇദ്ദേഹത്തിന്റെ അടുത്തങ്ങടെ എത്തേണ്ട താമസം വല്ലാത്ത ഒരട്ടഹാസത്തിന്റെ ശബ്ദം. എല്ലാവരും ശ്രീകോവിലേക്ക് നോക്കി. അപ്പണ്ട വിഗ്രഹം ഇങ്ങനെ വട്ടത്തിൽ തിരിയണു. അടുത്ത നിമിഷത്തിൽ വിഗ്രഹം തന്നെ അവിടെ ഇല്ല. ദേവി
ഈ ഭരതയോഗീശ്വരന്റെ അടുത്ത് എത്തുകഴിഞ്ഞു. തലമുടി ആകെ ഇങ്ങനെ അഴിച്ചിട്ട് 3 കണ്ണിങ്ങനെ ഉരുട്ടിമെഴിച്ച് വായം പൊളിച്ച് ദംഷ്ട്രകളൊക്കെ പുറത്തേക്ക് ചാടിച്ച് നാവും നീട്ടി ഇങ്ങനെയാണ് ദേവിയുടെ രൂപം. കറുത്ത സ്വരൂപം. ദുഷ്ടന്മാരുടെ അസ്ഥി കോർത്തിട്ടുള്ള അസ്ഥിമംഗല കഴുത്തിൽ ധരിച്ചിട്ടുണ്ട്. കറുത്ത വസ്ത്രം ഉടുത്തിട്ടുണ്ട്. ദേവി ആ പുരോഹിതന്റെ കയ്യിൽ നിന്ന് ആ വാളിങ്ങോട് മേടിച്ചു. അയാളുടെ കഴുത്തിൽ ഒരൊറ്റ വെട്ടങ്ങോട് വെട്ടി. ഒരു തുള്ളി രക്തം പുറത്തേക്ക് പോവുണ്ടായില്ല. മുഴുവനും ദേവി വായയിലൊഴിച്ച് അങ്ങോട്ട് കുടിച്ചു. ആ ശരീരം വലിച്ചങ്ങോട്ട് എറിഞ്ഞു. ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് തോന്നി മറ്റുള്ള ആളുകൾക്ക്. അവർ ചിലർ ഓടിപ്പോവാനായിട്ട് ഭാവിച്ചു. അപ്പോഴേക്കും ദേവിയുടെ ഭൂതഗണങ്ങൾ അവിടെ വന്നു. എല്ലാവരെയും തടുത്ത് നിർത്തി. ഓരോരുത്തരെയായിട്ട് കഴുത്ത് വിട്ടുക, ദേവിയുടെ വായിലേക്ക് രക്തം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു. ഈ നാളികേരം മറ്റേ ഇടിച്ച് നല്ലോണം അതിൻ്റെ ഈ പാലിങ്ങോട്ട് പിഴിഞ്ഞെടുക്കണമല്ലോ, അതുപോലെ ഒരു തുള്ളി പോലും പാഴായി പോവാതെ കണ്ട് ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് പിടിച്ചു നിർത്തി കഴുത്ത് വെട്ടി ദേവിയുടെ വായിലേക്ക് ചോര ഒഴിച്ചു കൊടുത്തു. ദേവി അത് മുഴുവനും കുടിക്കുകയും ചെയ്തു. നിതരാം പീത്വാ നിപീയ അതിപാനമതവിഹ്വല. കുട്ടിച്ച് തലയ്ക്ക് നല്ലോണം കണ്ട് ലഹരി പിടിച്ചു ദേവിക്ക്. ഇതെല്ലാം കണ്ടും കൊണ്ട് ഈ ഭരതയോഗീശ്വരൻ അവിടെ ഇരിക്കണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ ദേവി ചെന്നിരുന്നു. എന്നിട്ട് തൊടയമ്മ താളം പിടിച്ച് ഭംഗിയായിട്ടൊരു പാട്ട് പാടി. എന്നിട്ട് ചോദിച്ചു, സന്തോഷമായില്ലേ എന്ന്. ഒരക്ഷരം മിണ്ടിയില്ല. ദേവി തോഴിമാരുടെ കൈ കോർത്ത് പിടിച്ച് ഭംഗിയായിട്ടൊരു നൃത്തം ചവിട്ടി കാട്ടിക്കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, തൃപ്തിയായില്ലേ എന്ന്. അപ്പോഴും മിണ്ടിയില്ല. കുറെ തലകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഭൂതഗണങ്ങൾ ഒരുമിച്ച് ഈ തലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് നല്ല ഒരു പന്തുകളി നടത്തി. എന്നിട്ട് ചോദിച്ചു അദ്ദേഹത്തിനോട്, സന്തോഷമായില്ലേ എന്ന്. അപ്പോഴും മിണ്ടിയില്ല. ഇദ്ദേഹം സംസാരിക്കുകയുണ്ടാവില്ല എന്ന് തീർച്ചയായി. ദേവിക്ക് നേരം പ്രഭാതമായി. ഇനി വേറെ ഏതെങ്കിലും ഒരു പൂജാരി ഇപ്പോൾ വരും. താൻ ഇവിടെ ഇങ്ങനെ തുള്ളിച്ചാടിയാൽ ശരിയാവില്ല എന്ന് തോന്നി ദേവി വീണ്ടും വിഗ്രഹമായിട്ട് അങ്ങോട്ട് മാറുകയും ചെയ്തു. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പരീക്ഷത്തിന് സംശയം തോന്നി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. ശ്രീശുകൻ പറയാണ്, നവാ ഏതത് വിഷ്ണുദത്ത മഹദത്ഭുതം. അങ്ങയുടെ കഥ അങ്ങ് ആലോചിച്ച് നോക്കുക. ഒരിക്കൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അങ്ങ് കരിഞ്ഞു പോയതാണ്. ഭഗവാൻ അങ്ങയ്ക്ക് വീണ്ടും ജീവൻ തന്നു. ആ ഭഗവാന് ഇന്ന രൂപത്തിൽ വന്ന് ഭക്തനെ അനുഗ്രഹിക്കുക എന്ന നിയമമൊന്നുമില്ല. ഏത് രൂപത്തിൽ വന്നാലാണോ ഭക്തനെ രക്ഷിക്കാൻ എളുപ്പം ആ രൂപത്തിലാണ് ഭഗവാൻ വരിക. ഇപ്പോ ഇദ്ദേഹത്തിനെ രക്ഷിക്കാൻ ഭദ്രകാളിയുടെ രൂപത്തിൽ ഭഗവാൻ വന്നു എന്ന് മാത്രം. ഇപ്പോൾ ഭഗവാൻ എല്ലാ സമയത്തും ഭക്തനെ രക്ഷിക്കാനുണ്ടാവും. അതുകൊണ്ട് ഭക്തന് യാതൊരു പരിഭവവും യാതൊരു ഭയവും ഒരിക്കലും ഉണ്ടാവില്ല. ഇത്രയും ആളുകൾ വെട്ടിക്കൊല്ലാൻ ഭാവിച്ചിട്ട് ഈ ഭരതയോഗീശ്വരൻ ഓടിപ്പോവാൻ ശ്രമിച്ചുവോ? ഇല്ല. അരുതെന്ന് പറഞ്ഞുവോ? ഇല്ല. പേടിച്ചുവോ? ഇല്ല. അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു തന്നെ ഭഗവാൻ രക്ഷിക്കും എന്ന്. ആ പൂർണ്ണ വിശ്വാസം കൊണ്ട് തന്നെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടതും. ഇത് ഒരു ഭരതയോഗീശ്വരന് മാത്രം ഉള്ളതല്ല. എന്നെ രക്ഷിക്കാൻ ഭഗവാനുണ്ട് എന്ന് അതിദൃഢമായി പൂർണ്ണമായി ആര് വിശ്വസിക്കുന്നു അവരെയൊക്കെ രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ടാവും എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ശ്രീശുകൻ മാലോകരോട് വിളിച്ചു പറയുകയും കൂടി ചെയ്യുന്നു, ഭക്തനെ ദ്രോഹിക്കാൻ ശ്രമിക്കരുത് എന്ന്. ഭക്തനെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ഭക്തന് ദ്രോഹം ഏൽക്കില്ല. അതിനു പകരം ഇങ്ങോട്ട് തിരിച്ചടിക്കും. ചിലപ്പോ ഈ ഭരതനെ കൊല്ലാനാണ് ഇവരൊക്കെ വട്ടം കൂട്ടിയത്. അദ്ദേഹം രക്ഷപ്പെട്ടു, ഇവരെല്ലാം കൊല്ലപ്പെടുകയും ചെയ്തു. നേരം പ്രഭാതായി. ഭരതയോഗീശ്വരൻ അവിടുന്ന് എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു. ഇന്നേ വരെ ആരോടും സംസാരിക്കാതെ കണ്ട് ജീവിച്ച അദ്ദേഹം ഒരാളോട് സംസാരിച്ച കഥ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.